മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. മലയാളം മാത്രമല്ല, ജയറാമിന് അന്യഭാഷാ സിനിമകളും വഴങ്ങുമെന്ന് പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. ഓരോ സിനിമ ചെയ്യുമ്പോഴും കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ജയറാം എന്ന നടൻ എടുക്കുന്ന തയ്യാറെടുപ്പ് വളരെ വലുതാണ്. ജയറാമിന്റേതായി മലയാളത്തിൽ സിനിമ ഇറങ്ങിയിട്ട് 1.5 വർഷമായി. നല്ലൊരു പ്രൊജക്ടിന് വേണ്ടി താൻ മനഃപൂർവ്വം എടുത്ത ഇടവേളയായിരുന്നു എന്നാണ് ഈ 1.5 വർഷക്കാലത്തേതെന്ന് ജയറാം വെളിപ്പെടുത്തുന്നു. ആ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്നും പറയുകയാണ് ജയറാം. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഈ ഇടവേള എടുത്തത്. വളരെ പ്രതീക്ഷ നൽകുന്ന സിനിമയാണിതെന്നും മലയാളത്തിൽ തന്റെ വലിയൊരു തിരിച്ചുവരവാകും ഈ സിനിമയെന്നും ജയറാം പറയുന്നു. 2019 പട്ടാഭിരാമനു ശേഷം മലയാളത്തിൽ ഏറെ ശ്രദ്ധയോടെയാണ് ജയറാം പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത്. 2020 2021 അദ്ദേഹം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്നു. 2022 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മകൾ എന്ന ചിത്രത്തിൽ മാത്രമാണ് അദ്ദേഹം പിന്നീട് അഭിനയിച്ചത്. കഴിഞ്ഞ 35 വർഷമായി എല്ലാവരുടെയും സ്നേഹത്താൽ കുറെ സിനിമകൾ ചെയ്യാൻ ഭാഗ്യമുണ്ടായി. മലയാളം വിട്ട് മറ്റു പല ഭാഷകളിലും അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇതൊന്നും നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, നമ്മളെ തേടി വരേണ്ട കാര്യങ്ങളാണ് എന്നും ജയറാം പറയുന്നുണ്ട്. ഇപ്പോൾ ജയറാം തെലുങ്ക് സിനിമകളിലും വളരെ സജീവമാണ്. മണിരത്നം ചിത്രമായ പൊന്നിയിൻ സെൽവനാണ് അവസാനമായി ചെയ്ത തമിഴ് ചിത്രം. തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവിനൊപ്പവും രാം ചരണിനൊപ്പവുമാണ് ജയറാമിന്റെ അടുത്ത സിനിമകൾ. ശങ്കർ സംവിധാനം ചെയ്യുന്ന വിജയ് ദേവരകൊണ്ട സിനിമയിലും ജയറാം അഭിനയിക്കുന്നുണ്ട്. കന്നഡയിൽ ശിവരാജ് കുമാറിന്റെ ഗോസ്റ്റ് എന്ന ചിത്രത്തിൽ ഏറ്റവും പ്രധാന വേഷത്തിലും ജയറാം അഭിനയിക്കുന്നു.